ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നാടൻ അയില മീൻ കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 2 തക്കാളി ചോപ്പ് ചെയ്തത്, ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഉലുവ, 1 കപ്പ് തേങ്ങ. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായതും അതിലേക്ക് ആദ്യം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന ആ സമയം നമുക്ക് അടുത്ത് അതിലോട്ട് കറിവേപ്പില, അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗണിഷ് കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണമെന്നില്ല. ഒരു ട്രാൻസ്പാരൻറ്റ് കളർ ആകുന്നത് വരേക്കും നമ്മൾ ഒന്ന് ചെറിയ ഉള്ളിയും കറിവേപ്പിലയുമായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരല്പം ഫ്രൈ ആയതും എന്ത് ചെയ്യുക, ഒരു 2 പച്ചമുളക് നെടുകെ കീറിയത് അതിലോട്ട് ആഡ് ചെയ്ത് അതും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം അത് ഒരല്പം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും കൂടെ ആ ഓയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ്, തക്കാളിയും കൂടെ ആഡ് ചെയ്ത് തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല എങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. ഈ സ്റ്റേജിൽ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി സോഫ്റ്റായി വരുന്ന ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് അതിനെ ഫ്രൈ ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ മണവും പച്ചമണമൊക്കെ മാറുന്ന ആ സമയത്ത് തന്നെ ഒരു 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, എരിവിനനുസരിച്ച് വേണമെങ്കിൽ എരിവ് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചുവപ്പ് മുളക് ആഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല മീനിൽ ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വേണമെന്നുള്ളവർക്ക് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു കപ്പ് തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഞാനതിൻ്റെ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല, തേങ്ങ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്ത് അതും ഈ മീനിൻ്റെ ഈ മസാല കൂട്ടിലോട്ട് ചേർത്ത് ഇളക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം അതിലോട്ട് ഒഴിക്കുക. എല്ലാം കൂടെ ആ വെള്ളത്തിൽ ആ തേങ്ങാക്കൂട്ടിൽ നിന്ന് ഒന്ന് തിളച്ച് ബോയിലായി വന്ന് അതിൻ്റെ ആ മസാലയുടെയൊക്കെ പച്ച മണമൊക്കെ അങ്ങ് മാറി വരുമ്പോഴുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാനിവിടെ മീൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് അയല മീൻ കഴുകിയതിന് ശേഷം അതിൽ ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല, ഇത് ഇത്രയും ആഡ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രേവിയിൽ മസാലയൊക്കെ കുറച്ച് ആഡ് ചെയ്തത്. അപ്പം മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഗ്രേവിയിൽ മസാലാസ് കൂടുതൽ ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത മസാലയിലോട്ട് ഈ മീനൊന്ന് ഒന്നൊന്നായിട്ട് എടുത്ത് വെച്ച് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കുക്ക് ചെയ്ത് എടുക്കാം. സ്പൂണിട്ട് ഇളക്കരുത്, കാരണം മീൻ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചുറ്റിച്ച് വേണം വിട്ടുകൊടുത്ത് മീൻ
കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം രുചികരമായ നമ്മുടെ അയല മീൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല നാടൻ കപ്പയുടെ കൂടെ വെച്ച് കഴിക്കുക. താങ്ക് യു.